നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിംഗ് നാളെ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു റീഡിങ്ങിനെ കുറിച്ചാണ്. നിങ്ങളുടെ പ്രണയബന്ധം നാളത്തെ ദിവസം തൊട്ട് അതിശക്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രവും കൂടി വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. നാളത്തെ ദിവസം നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഈ ഒരു മന്ത്രം ഉപയോഗിച്ച് നിങ്ങളുടെ പ്രണയബന്ധം നിങ്ങൾക്ക് ദൃഢമുള്ളതാക്കുവാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് കാർഡ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജസും കൂടെ നോക്കാം. ഏത് ഭഗവാന്റെ അനുഗ്രഹമാണ് പ്രണയബന്ധത്തിലുള്ളവർക്ക് ഉള്ളത് എന്നും കൂടെ നമുക്ക് നോക്കാം. എന്തൊക്കെ കാർഡ്സ് ആണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യത്തെ കാർഡ് 7 ഓഫ് കപ്സ് ആണ്. ദ സ്റ്റാർ കാർഡ്, 8 ഓഫ് വൺസ്, ദ എംബറസ് കാർഡ്, ദ സൺ കാർഡ്, ക്യൂൻ ഓഫ് വൺസ്, ഏസ് ഓഫ് സോർഡ്സ്, ദ ഡെവിൾ കാർഡ്, ദ വേൾഡ് കാർഡ്. ഏഞ്ചൽസ് മെസ്സേജ് ഉണ്ട്. ആദ്യത്തെ കാർഡ് തന്നെ 7 ഓഫ് കപ്സ് ആണ്. നാളത്തെ ദിവസം നിങ്ങളെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ മുമ്പിൽ ധാരാളം ചോയ്സസ് വരാനുള്ള സാധ്യത ഏറെയാണ്. നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻസും വരും. ആ ചോയ്സസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ദോഷമല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കുകയില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നാളത്തെ ദിവസം നിങ്ങൾ ഒരിക്കലും ആരുടെ പ്രലോഭനത്തിൽ വീഴാതിരിക്കുക. ആ പ്രലോഭനത്തിൽ നിങ്ങൾ വീഴുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ താളം തന്നെ തെറ്റുവാനുള്ള സാധ്യത ഏറെയാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ആലോചിക്കുകയും ആ ആലോചന നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വളരെയേറെ ദോഷമുണ്ടാക്കുകയും ചെയ്യും. മറ്റൊരു സ്ത്രീയാലോ മറ്റൊരു പുരുഷനാലോ പ്രലോഭിക്കപ്പെടാതിരിക്കുക. നാളത്തെ യൂണിവേഴ്സൽ വാണിംഗ് ആണിത്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സ്വയം നിയന്ത്രിക്കുക. നിയന്ത്രിച്ച് മാത്രം മുന്നോട്ട് പോകുക. നിങ്ങളുടെ പാർട്ട്ണറിനോട് വിശ്വസ്തത പുലർത്തുക. ഇതുപോലുള്ള നിങ്ങളുടെ പ്രണയബന്ധത്തിൽ തടസ്സമായി ഇതുപോലുള്ള ഒരുപാട് ചോയ്സസ് നിങ്ങളുടെ മുമ്പിൽ വരാം. അതിലൊന്നും പ്രലോഭിക്കപ്പെടാതെ നിങ്ങളുടെ പങ്കാളിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോട് വിശ്വസ്തത പുലർത്തുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. പ്രത്യേകിച്ച് നാളത്തെ ഒരു ദിവസം നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങളൊരു വിശ്വസ്തത പുലർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രണയബന്ധം വളരെ ദൃഢമുള്ളതും ശക്തിയുള്ളതും സന്തോഷമുള്ളതുമായി തീരുന്നതായിരിക്കും. നിങ്ങൾ ആരെയാണോ പ്രണയിക്കുന്നത് അവരിൽ സൗന്ദര്യം കണ്ടെത്താൻ ശ്രമിക്കുക. അവർക്ക് എത്ര തന്നെ കുറവുകൾ ഉണ്ടെങ്കിലും അവരെ തള്ളിപ്പറയരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുക. നാളത്തെ ദിവസം നിങ്ങൾ പല രീതിയിലുള്ള പ്രലോഭനങ്ങളിലും വീഴാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ മനസ്സിനെ ഇന്നത്തെ ദിവസം അതിനു വേണ്ടി പാകപ്പെടുത്തുക. പരസ്പരം വിശ്വസ്തയോടുകൂടി ഇരിക്കുക. ഒരു കാര്യം പോലും മറച്ചു വെക്കാതിരിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രലോഭനത്തിൽ നാളെ വീഴാൻ ഇടയുണ്ടായാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആരാലാണോ പ്രലോഭിക്കപ്പെട്ടത് അവർ നിങ്ങളുടെ ജീവിതത്തിൽ നാശം സൃഷ്ടിക്കുന്നവരായിരിക്കും. എത്ര തന്നെ നിങ്ങൾ പിന്നെ വിചാരിച്ചാലും ആ ഒരു ലേഡി ആണെങ്കിലും ആ ഒരു പുരുഷനെ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കുന്നതായിരിക്കില്ല. അവർ അത്രയേറെ നിങ്ങളുടെ ലൈഫിൽ അപകടം വരുത്തുവാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നാളത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാളത്തെ ദിവസം വളരെയേറെ ശ്രദ്ധിക്കുക. ആരോട് തന്നെ നിങ്ങൾ ഇടപെട്ടാലും നിങ്ങളുടെ ജീവിതത്തിൽ അമിത സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ചും നിങ്ങളുടെ പ്രണയബന്ധത്തെ പറ്റി കൂടുതൽ അവരോട് ഷെയർ ചെയ്യാതിരിക്കുക. പ്രണയബന്ധത്തെക്കുറിച്ച് മാത്രമല്ല നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി അവരോട് കൂടുതൽ കാര്യം ഷെയർ ചെയ്യാതിരിക്കുക. എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തെ നരകതുല്യം ആക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയായിരിക്കും അത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ നിങ്ങൾ തന്നെ നിയന്ത്രിക്കുക. ഒരു കാര്യത്തിലും അഡിക്ഷൻ പാടുള്ളതല്ല.
എന്ത് രീതിയിലുള്ള അട്രാക്ഷനും വേറൊരു വ്യക്തിയോട് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ നിയന്ത്രിച്ച് ആ ഒരു കാര്യം ചിന്തയിൽ നിന്ന് പോലും മാറ്റുക. ശരിക്കും മെഡിറ്റേഷൻ ചെയ്യുക. ഇന്നത്തെ ദിവസം തന്നെ, ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു പ്രണയബന്ധത്തിൽ വളരെ സീരിയസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ ഒരിക്കലും ചതിക്കാതിരിക്കുക. നിങ്ങളുടെ പ്രണയബന്ധം വളരെ സ്മൂത്തായിട്ടും സന്തോഷകരമായി തന്നെയും പോകും. അതിന് വേണ്ടത് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ നിയന്ത്രിക്കുക. നിങ്ങളുടെ തോട്ട്സ് ആണ് നിങ്ങൾക്ക് ശത്രുവായിട്ട് വരുന്നത്. ഒരിക്കലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരിക്കലും 2 ഓപ്ഷൻസ് ക്യാരി ചെയ്യാതിരിക്കുക. യൂണിവേഴ്സ് പറഞ്ഞ ഈ മെസ്സേജ് നിങ്ങളുടെ ലൈഫിൽ നാളത്തെ ദിവസം ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നതാണ്. നാളത്തെ ഏഞ്ചൽസ് മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിക്കുക. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ റോഡ് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന എല്ലാ ചിന്തകളോടും നോ പറയുക. നിങ്ങളുടെ പ്രണയബന്ധത്തെ സക്സസ് ആക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇതുവരെ ആ ഒരു പ്രണയബന്ധത്തെ സക്സസ് ആക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ശ്രമം ആരംഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കേണ്ടതാണ്. ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന മെസ്സേജ്. നാളത്തെ ദിവസം നിങ്ങൾ ഇതുപോലെ ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങളുടെ പ്രണയബന്ധം സന്തോഷമുള്ളതാക്കാനും ദൃഢമുള്ളതാക്കാനും നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാനും വൃന്ദാദേവിയെ പ്രാർത്ഥിക്കുക. വൃന്ദാദേവിയുടെ അനുഗ്രഹമാണ് നിങ്ങൾക്കുള്ളത്. കൃഷ്ണനെയും മഹാവിഷ്ണുവിനെയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സൗന്ദര്യത്തെ കാത്തു സൂക്ഷിക്കുക. നാളത്തെ ദിവസം ആരംഭിക്കുന്നത് വൃന്ദാദേവിയെ ധ്യാനിച്ചുകൊണ്ടായിരിക്കണം. രാവിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും വളരെയേറെ ഉത്തമമായിരിക്കും. നിങ്ങളുടെ പ്രണയബന്ധം നശിപ്പിക്കുവാൻ വേണ്ടി വരുന്ന ഏതൊരു നെഗറ്റീവ് എനർജിയിൽ നിന്നും ഈ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. ഇതാണ് നാളത്തേക്കുള്ള നിങ്ങളുടെ യൂണിവേഴ്സൽ മെസ്സേജ്. സ്നേഹിക്കുന്നവർക്കായിട്ട് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് ഇതാണ്. നിങ്ങളുടെ പ്രണയബന്ധത്തെ വളരെയേറെ ശക്തിയുള്ളതാക്കുവാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് ഇവിടെ അടുത്തതായി പറയാൻ പോകുന്നത്. നിങ്ങൾ പ്രണയിക്കുന്നവർ നിങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുകയും മറ്റുള്ള വ്യക്തിയെപ്പറ്റി ചിന്തിക്കുക പോലും ഇല്ല. ഈ ഒരു മന്ത്രത്തെ വളരെ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. മന്ത്രം എന്താണെന്ന് നോക്കാം. ഓം നമോ ഭഗവതേ കാമദേവായ ശ്രീം സർവജനപ്രിയായ സർവജന സമ്മോഹനായ ജ്വല ജ്വല പ്രജ്വല പ്രജ്വല ഹന ഹന വദ വദ തപ തപ സമ്മോഹയ സമ്മോഹയ സർവജനം മേം വശം കുരു കുരു സ്വാഹ. മന്ത്രം ഒന്നുകൂടി പറയാം. ഓം നമോ ഭഗവതേ കാമദേവായ ശ്രീം സർവജനപ്രിയായ സർവജന സമ്മോഹനായ ജ്വല ജ്വല പ്രജ്വല പ്രജ്വല ഹന ഹന വദ വദ തപ തപ സമ്മോഹയ സമ്മോഹയ സർവജനം മേം വശം കുരു കുരു സ്വാഹ. ഈ മന്ത്രം ജപിക്കേണ്ട രീതി: മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ച് മന്ത്രം ജപിക്കുക. മന്ത്രം ജപിക്കുവാൻ തുടങ്ങുന്നതിന് മുന്നേ മന്ത്രത്തെ കാണാതെ പഠിക്കുക. കുളി കഴിഞ്ഞ് വിളക്ക് കത്തിച്ചു വെച്ചതിന് ശേഷം വേണം മന്ത്രം ജപിക്കുവാൻ. മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ മുഖം മനസ്സിൽ കണ്ടിട്ട് വേണം മന്ത്രം ജപിച്ചു തുടങ്ങുവാൻ. വളരെയേറെ സൂക്ഷിച്ച് മാത്രം ചൊല്ലേണ്ട മന്ത്രമാണിത്. നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ മുഖമല്ലാതെ വേറൊരു വ്യക്തിയുടെ മുഖം പോലും മനസ്സിൽ വരാൻ പാടുള്ളതല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിപരീത ഫലമായിരിക്കും ഉണ്ടാകുന്നത്. മന്ത്രത്തെ വിശ്വാസത്തോടുകൂടി മാത്രം ജപിക്കുക. ഒരിക്കലും ദുരുപയോഗപ്പെടുത്താതിരിക്കുക. അനാവശ്യമായ കാര്യത്തിന് ഈ മന്ത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശക്തിയേറിയ തിരിച്ചടി ഉണ്ടാവുന്നതായിരിക്കും. ദിവസവും 108 തവണ 41 ദിവസം തുടർച്ചയായി ജപിക്കേണ്ടതാണ്. സ്ത്രീകൾ പീരിയഡ്സ് ആവുന്ന സമയത്ത് മന്ത്രത്തെ ജപിക്കുവാൻ പാടുള്ളതല്ല. പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം മന്ത്രജപം തുടരാവുന്നതാണ്. മന്ത്രങ്ങളെല്ലാം നിങ്ങളുടെ ഒരു അറിവിനായിട്ട് മാത്രം സ്വീകരിക്കുക. ദുരുപയോഗം ചെയ്യുവാൻ വേണ്ടി മന്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ് ഈ മന്ത്രം പറഞ്ഞു തന്നത്. അതുകൊണ്ട് വിശ്വാസമുള്ളവർ മാത്രം മന്ത്രത്തെ സ്വീകരിക്കുക. എല്ലാ മന്ത്രങ്ങളും, ഈ മന്ത്രം ഉൾപ്പെടെ എല്ലാ മന്ത്രങ്ങളും സ്വന്തം റിസ്കിൽ വേണം ജപിച്ചു തുടങ്ങുവാൻ. മന്ത്രവിധി എന്താണോ അതനുസരിച്ച് വേണം ജപിക്കുവാൻ. മത്സ്യമാംസാദികൾ ഭക്ഷിക്കുവാൻ പാടുള്ളതല്ല. 100% ഭഗവാനിൽ അർപ്പിച്ച് വേണം മന്ത്രത്തെ ജപിക്കുവാൻ.
നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ മുഖം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ഫോട്ടോ എടുത്ത് മുമ്പിൽ വെച്ച് അതിൽ നോക്കി ജപിക്കുവാൻ തുടങ്ങുക. മറ്റൊരു വ്യക്തിയുടെ മുഖം പോലും മനസ്സിൽ കടന്നു വരാൻ പാടുള്ളതല്ല ഈ മന്ത്രജപത്തിൻ്റെ സമയത്ത്. അത് വളരെയേറെ അപകടം ചെയ്യുന്നതാണ്. പ്രണയബന്ധം ദൃഢമുള്ളതാക്കുവാൻ ഇന്നേ പ്രയത്നിച്ചു തുടങ്ങുക. ഇതാണ് പ്രണയിക്കുന്നവർക്കായിട്ടുള്ള നാളത്തെ യൂണിവേഴ്സൽ മെസ്സേജും പ്രണയം ശക്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള മന്ത്രവും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും കുടുംബപരമായിട്ടുള്ള പ്രശ്നം, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം, ശത്രുദോഷം, കൂടോത്രം കൊണ്ടുള്ള ജീവിതത്തിലെ പ്രശ്നം, ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എനർജി, ഇതിനുള്ള പരിഹാരങ്ങളും ഇവിടെ ചെയ്യുന്നതായിരിക്കും. ശരീരത്തിൽ ധരിക്കുവാനുള്ള ഏലസും വീട്ടിൽ വയ്ക്കാനുള്ള യന്ത്രങ്ങളും വീട്ടിൽ ചെയ്യുവാനുള്ള പരിഹാരങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു തരുന്നതായിരിക്കും. ലൈഫിലുണ്ടാകുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിവാക്കുവാൻ വേണ്ടിയും പരിഹാരം പറയുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.